രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി ഐകകണ്ഠേന രാഹുൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധി നയിക്കും. 99 എംപിമാരുള്ള കോൺഗ്രസിന് 2 സ്വതന്ത്രന്മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന പ്രമേയം കൊണ്ടുവന്നു. ഒറ്റക്കെട്ടായി പ്രവർത്തക സമിതി ഇതിനെ പിന്തുണയ്ക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തുവെന്ന് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധി തുടരട്ടെ എന്ന് തീരുമാനിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയയുടെ പേര് നിർദ്ദേശിച്ചത്. സോണിയാഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പേര് ലോക്സഭാ സ്പീക്കർക്ക് നിർദ്ദേശിക്കുക. എന്നാൽ പ്രതിപക്ഷ നേതാവ് ആര് എന്നത് കാത്തിരുന്ന് കാണൂ എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ഭാരത് ജോഡോ യാത്ര, കലാപം നടന്ന മണിപ്പൂരടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വിജയത്തിന് സഹായിച്ചുവെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി. ഉത്തർപ്രദേശിൽ നന്ദി പ്രകാശന യാത്ര ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ കോൺഗ്രസ് നടത്തും. ഭരണമുള്ള ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി പരിശോധിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.